ഏറെ തിരക്കുള്ള ഒരു മന്ത്രി, വികസനത്തിൻ്റെ അംബാസഡറായി മാറിക്കഴിഞ്ഞ മന്ത്രി, മറ്റാരുമല്ല കേരളത്തിൻ്റെ പൊതുമരാമത്ത് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസാണ് ഇന്നത്തെ അതിഥി. സ്വാഗതം മിനിസ്റ്റർ. സ്വാഗതം. റിയാസിനെ എപ്പോൾ കാണുമ്പോഴും ഭയങ്കര ഹാപ്പിയാണ്. എന്താ ഇതിൻ്റെ രഹസ്യം? അല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ പണ്ട് ചെറുപ്പം മുതലേ എങ്ങനെയാണ്, അത് പുതുതായിട്ട് വന്ന ശീലമല്ല. അല്ല, ഞാൻ ഇത് ഓർക്കുന്നത് പണ്ട് സമരമുഖം കഴിഞ്ഞ് കാണുന്ന സമയത്തും ഭയങ്കര ഹാപ്പിയാണ്. ജയിലിൽ നിന്ന് പോരാട്ടത്തിൻ്റെ ഭാഗമായി അകത്തുപോയി പുറത്തിറങ്ങുമ്പോഴും ഹാപ്പിയാണ്. ഇപ്പം മന്ത്രിയായി തിരക്കിനിടയിലും എപ്പോഴും വളരെ ചിരിച്ചുകൊണ്ടാണ് റിയാസിനെ കാണുന്നത്. ഇതെങ്ങനെ സംഭവിക്കുന്നത്? അല്ല, അങ്ങനെയല്ല. നമ്മൾ പോസിറ്റീവായി നിൽക്കുക എന്നുള്ളതാണ്. നമ്മൾ പോസിറ്റീവായി നിന്നാൽ നമ്മുടെ കൂടെയുള്ള ആളുകളുമൊക്കെ പോസിറ്റീവായി മാറും. നമ്മളിപ്പോൾ ആകെ ഒരു മുഖത്താകെ ടെൻഷനായി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സാമൂഹിക പ്രവർത്തകൻ അങ്ങനെ നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ അടുത്തേക്ക് പ്രശ്നമായിട്ടായിരിക്കും ആളുകൾ വരിക. അവർക്ക് ഒരു പ്രശ്നം പരിഹരിക്കുന്ന ഒരാളായി തോന്നണമെങ്കിൽ നമ്മൾ പോസിറ്റീവായി നിൽക്കണമല്ലോ. പിന്നെ അതുമല്ല, പൊതുവെ അങ്ങനെ ചെറുപ്പം മുതലേ അങ്ങനെയാണ് അതിൻ്റെ ശീലമാണ്. ഞാൻ ഈ അഭിമുഖം തുടങ്ങുന്നത് ഒരു അഭിമുഖത്തിൽ നിന്നാണ്. ഇപ്പം മലയാളികൾ ഉള്ളിടത്തെല്ലാം, സോഷ്യൽ മീഡിയ ഉള്ളിടത്തെല്ലാം വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇരുവർ മോഹൻലാൽ പിണറായി അഭിമുഖത്തിൻ്റെ ട്രെയിലറാണ്. യഥാർത്ഥത്തിൽ ആ ഇൻ്റർവ്യൂവിൻ്റെ ടീസർ തന്നെ ഉണ്ടാക്കിയ ഒരു തരംഗം ഭയങ്കരമാണ്. അതിലൊരു പ്രധാനപ്പെട്ട കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനും മഹാനടൻ മോഹൻലാലും തമ്മിലുള്ള ആത്മബന്ധം തന്നെയാണ്. അങ്ങ് ഈ ഇൻ്റർവ്യൂവിൻ്റെ ഒരു പഴയ തുടക്കക്കാരനാണ്. കേരള ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറായി മോഹൻലാൽ വരുന്നു. മോഹൻലാലിനെ ആദ്യമായി ഒരു മന്ത്രി ഇൻ്റർവ്യൂ ചെയ്യുന്നത് താങ്കളായിരുന്നു. ഇത് രണ്ടും തമ്മിൽ എന്തോ ഒരു ബന്ധമില്ലേ? ഇല്ല, രണ്ടും തമ്മിലൊരു ബന്ധമില്ല. രണ്ടും തമ്മിൽ ഒരു ബന്ധമേ ഇല്ല. മോഹൻലാൽ എന്ന നടനെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് വേറെ നിലയിൽ ഇവിടെ വിവരിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഒരുപാട് യാത്ര ചെയ്യുന്ന മനുഷ്യനാണ്. അപ്പോൾ വ്യക്തിപരമായി അദ്ദേഹവുമായി ബന്ധമുണ്ട്. അപ്പോൾ യാത്രകളുടെ അനുഭവത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ ടൂറിസം ഇങ്ങനെയൊക്കെ ആകണം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ അത് സ്വാഭാവികമായും ഒരു അഭിമുഖത്തിൽ, അത് വേറെ ഒരു ചാനലും അല്ല, പ്യുവർലി സോഷ്യൽ മീഡിയ വഴിയായിരുന്നു. പ്യുവർലി സോഷ്യൽ മീഡിയ, അതെ, പ്യുവർലി സോഷ്യൽ മീഡിയ വഴിയായിരുന്നു. അപ്പോൾ ഗവൺമെൻറ് വന്ന ഉടനെ ഞങ്ങൾ ചെയ്തത് കേൾക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. അതെല്ലാവരും കേട്ടിരുന്നു. ലാലേട്ടൻ പിണറായിയെ ഇൻ്റർവ്യൂ ചെയ്യുന്നൊരു ഇൻ്റർവ്യൂ വലിയ രീതിയിൽ ജനസ്വീകാര്യത ടീസർ നേടിക്കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും അത് കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ തന്നെ ഒരു വലിയ രീതിയിലുള്ള അപ്ലിഫ്റ്റിംഗ് ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ ഉണ്ടാക്കില്ലേ? അല്ലാതെ തെരഞ്ഞെടുപ്പ് മാത്രമായിട്ട് നമ്മൾ കാണേണ്ടതില്ല. പൊതുവായി കേരളീയ സമൂഹത്തിൽ തന്നെ അത് വലിയ താല്പര്യത്തോടു കൂടിയാണ് ആളുകൾ എടുത്തിട്ടുള്ളത്. അതിപ്പോൾ തെരഞ്ഞെടുപ്പ് സമയമായാലും തെരഞ്ഞെടുപ്പ് സമയമല്ലെങ്കിലും ആ അഭിമുഖം അത് വലിയ നിലയിൽ ട്രെൻഡായിരിക്കും. ഇപ്പോൾ ലാലേട്ടൻ്റെ ഒരു പ്രത്യേകത, ഞാനായിരുന്നു ചോദ്യം ചോദിക്കുന്നത്. അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യുകയായിരുന്നു. അപ്പോൾ കൃത്യമായ കാഴ്ചപ്പാട് അദ്ദേഹത്തിന് ഓരോ കാര്യത്തിലുണ്ട്. പരന്ന വായനയുണ്ട്, കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ള മനുഷ്യൻ ആയ ഒരു മഹാനടൻ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു വലിയൊരു കെമിസ്ട്രി അതിനകത്തുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. ലോകത്തിൻ്റെ ടൂറിസം മാപ്പിൽ, ഇന്ത്യയുടെ ടൂറിസം മാപ്പിൽ കേരളത്തെ കൃത്യമായി അടയാളപ്പെടുത്താൻ പറ്റി എന്നുള്ള ഒരു കോൺഫിഡൻസും ഈ ചിരിയിൽ, റിയാസിൻ്റെ ഈ മന്ദസ്മിതത്തിലുണ്ടോ? അല്ല, ടൂറിസത്തിൻ്റെ നല്ല നാളുകളായിരുന്നു. കാരണം ഈ ഗവൺമെൻറ് വന്നപ്പോൾ കോവിഡ് രൂക്ഷമായിരുന്നു. നമുക്ക് നമ്മളെ വീട്ടിലെ തന്നെ ഒരു മുറിയിലേക്ക് ചിലപ്പോൾ കോവിഡ് പ്രോട്ടോകോൾ കാരണം പോകാൻ പറ്റാത്തൊരു കാലത്ത് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് ആൾ പോകുന്ന ആലോചിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഡൗണായി. ടൂറിസ്റ്റ് യഥാർത്ഥത്തിൽ വെന്റിലേറ്ററിലായിരുന്നു. പക്ഷേ ഞങ്ങളന്ന് അയ്യോ ടൂറിസം പ്രതിസന്ധിയിലാണെന്ന് നിലവിളിച്ച് കരയുകയായിരുന്നില്ല. എല്ലാവരും ചർച്ച ചെയ്തു. അപ്പോൾ ഈ ബഹുമാനപ്പെട്ട മോഹൻലാലുമായിട്ടൊക്കെയുള്ള ചർച്ചയുടെ ഭാഗമാണ്. പലരുമായി ചർച്ച ചെയ്തു. അപ്പോൾ ആ ചർച്ചയുടെ ഭാഗമായി ഓരോ കാര്യങ്ങളും 5 വർഷത്തേക്ക് പ്ലാൻ ചെയ്തു. അതിൻ്റെ ഭാഗമാണ് കേരളം ഉണ്ടായതിനു ശേഷമുള്ള സർവ്വകാല റെക്കോർഡ് സഞ്ചാരികളെന്ന് വരുന്നത്. എവിടെയൊക്കെയാണോ കോവിഡിന് ശേഷം ലോകം ശ്രദ്ധിച്ചത് അവിടെ കേരളവും ശ്രദ്ധിച്ചിട്ടുണ്ട്. കേരളത്തിലെ ടൂറിസത്തിൻ്റെ മത്സരം ഇന്ത്യയിലെ മറ്റു സ്റ്റേറ്റുകളുമായിട്ടായിരുന്നില്ല, ലോകരാജ്യങ്ങളായിട്ട്. ഈ ടൂറിസത്തിൻ്റെ കാര്യം വരുമ്പം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ടൂറിസത്തിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഒരുപക്ഷെ നേരത്തെ കേരളത്തിൻ്റെ പരാധീനതയും എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ടൂറിസം ഡെസ്റ്റിനേഷനിലെത്താൻ വലിയ ബുദ്ധിമുട്ടാണ്, യാത്ര ദുഷ്കരമാണെന്നുള്ളതാണ്. ഒരുപക്ഷെ താങ്കൾ ഈ ടൂറിസം മാർക്കറ്റിംഗ് ബ്രാൻഡിങ് നടത്തുന്ന സമയത്ത് തന്നെ
ഈ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് വല്ലാതെ ശ്രദ്ധയൂന്നിയിരുന്നു. അതായത് ചെറിയ ടൂറിസ്റ്റ് മേഖലയിലേക്ക് പോലും റോഡുകൾ മെക്കാഡൻ റോഡും BMC റോഡും ഒക്കെ ആക്കി മാറ്റൽ അത് നേരത്തെ ആസൂത്രണം ചെയ്ത് വർക്ക് ചെയ്തതാണോ ശരി? അതെ, ഈ BMNBC റോഡാണല്ലോ ഒരു 5-8 കൊല്ലത്തേക്ക് ഒരു കുഴപ്പമില്ലാത്ത റോഡ്. അതെ, അത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന നിലവിലുള്ള രീതിയാണ്. അതെ, ശാസ്ത്രീയമായി. അപ്പോൾ അത് നമ്മളൊരു 50% റോഡുകൾ PWDയുടേത് BMNBC ആക്കണം എന്നാണ് നിശ്ചയിച്ചത്. അതായത് 15,000 കിലോമീറ്റർ, ടോട്ടൽ 30,000 ആണ്. പക്ഷെ അതിപ്പോൾ 60% അത് ഞങ്ങൾ കൃത്യം ഓരോ മാസവും ടാർഗറ്റ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലെ റോഡ് എന്ന് പറഞ്ഞാൽ ചില പ്രതിസന്ധികളുണ്ട്. പല വകുപ്പുകളുടെ റോഡുകളാണ്. ചിലത് തദ്ദേശ വകുപ്പിൻ്റെ ആയിരിക്കും, ചിലത് മറ്റു വകുപ്പുകളുടേതായിരിക്കും. പക്ഷെ ഞങ്ങൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ മൂന്നാറിലേക്കുള്ള റോഡ് അരിക്കൊമ്പം വന്നതിന് ശേഷമാണ് അതൊരു ട്രെൻഡായത്. അരിക്കൊമ്പനെ കൊണ്ടുവന്നൊക്കെ കാട്ടിയപ്പോഴാണ് ആളുകൾ ഇത്രയല്ല റോഡാണോ. നേരത്തെ വാഗമണിലേക്കുള്ള റോഡും മൂന്നാറിലേക്കുള്ള റോഡും ഇപ്പോഴത്തെ റോഡുള്ള വ്യത്യാസം നമുക്കറിയാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നയിച്ച ഈ 2 ഗവൺമെന്റുകളും, ഡോക്ടർ തോമസ് ഐസക്കും അതുപോലെ തന്നെ ശ്രീ KN ബാലഗോപാലും ധനവകുപ്പ് കൈകാര്യം ചെയ്ത കാലത്ത് വളരെ ഗംഭീരമായി കൈകാര്യം ചെയ്തു. പശ്ചാത്തല വികസന മേഖലയിൽ ശ്രീ G സുധാകരൻ വളരെ ഭംഗിയായി അദ്ദേഹത്തെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിച്ചു. അപ്പം അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ. അപ്പം അതൊരു മാജിക്കാണ് ശരിക്കും. 30 കൊല്ലം അപ്പുറത്തേക്കുള്ള വികസനം കേരളത്തിൽ ഈ 10 കൊല്ലത്തിനിടയിൽ നടന്നു. അത് LDF സർക്കാരിൻ്റെ ഒരു മാജിക്കാണ്, ഒരു LDF മാജിക്കാണ്. ഈ നേരത്തെ കേരളത്തിലെ റെസ്റ്റ് ഹൗസുകളുടെ ഒരു അവസ്ഥ, ഇപ്പം നമ്മളൊക്കെ ഈ മാധ്യമപ്രവർത്തകൻ അക്രഡിറ്റേഷൻ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് റെസ്റ്റ് ഹൗസുകളിൽ ബുക്ക് ചെയ്യാൻ ശ്രമിക്കും. സാധാരണ റൂം കിട്ടില്ല. കിട്ടിയാൽ തന്നെ പിന്നീട് ഒരിക്കലും അങ്ങോട്ട് പോകാൻ തോന്നാത്ത വിധത്തിലായിരുന്നു ഒരു 15 വർഷം മുമ്പൊക്കെയുള്ള പല റെസ്റ്റ് ഹൗസുകളും. ഇത് മാറ്റാനുള്ള തീരുമാനം റിയാസ് എടുക്കുന്നത് എങ്ങനെയാണ്? അതായത് അങ്ങയ്ക്ക് ബോധ്യപ്പെട്ടിട്ടാണോ ഈ റെസ്റ്റ് ഹൗസുകൾ ആകെ നവീകരിക്കുക, അത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുക, ഓൺലൈൻ ബുക്കിംഗ് ആക്കുക എന്നുള്ളത് ഇത്രയും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാവുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു? ഈ ടൂറിസവുമായി ബന്ധപ്പെട്ടും പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട് ഈ കോവിഡ് സമയത്ത് പലരും കേൾക്കാനാണ് തയ്യാറായത്. അപ്പൊ ഈ ഹോസ്പിറ്റാലിറ്റി, താമസ സൗകര്യം ഒരു പ്രശ്നമാണ്. 153 റെസ്റ്റ് ഹൗസ് ഉണ്ട്. ആ വലിയ നമ്പർ 1000-ന്റെ മുകളിൽ 1500-ന് അടുത്ത് റൂം. അതെ, അല്ല നശിച്ചു കിടക്കുന്നത് മാത്രമല്ല, ഇത് എങ്ങനെ ബുക്ക് ചെയ്യുന്ന ജനത്തിന് അറിയില്ല. അപ്പൊ ഇത് പരിഹരിക്കാൻ ഓൺലൈൻ ബുക്കിംഗ് എന്നുള്ള കാഴ്ചപ്പാട് ആദ്യം ചില എതിർപ്പുകൾ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരെയും ബോധ്യപ്പെടുത്തി കുറച്ച് ഷാർപ്പ് നിലപാട് സ്വീകരിച്ചു. അത് നടപ്പിലാക്കുന്നതിന് റെസ്റ്റ് ഹൗസുകളിൽ കൃത്യമായ പരിശോധനകൾ അതൊക്കെ നടത്തി. ആ മിന്നൽ പരിശോധനകൾ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്തായിരുന്നു? ഞാൻ ഓർക്കുന്നുണ്ട്, അവധി ദിവസങ്ങളിൽ മന്ത്രി നേരിട്ട് പരിശോധനയ്ക്ക് പോകുന്നു, അവിടെയുള്ള ചില കൊള്ളരുതായ്മകൾ നേരിട്ട് മനസ്സിലാക്കുന്നു, നടപടിയെടുക്കുന്നു. ആ തിരുത്തൽ പ്രക്രിയ എങ്ങനെയുണ്ടായി? അല്ല, ആ തിരുത്തൽ പ്രക്രിയ നല്ലതാണ്, ഗുണം ചെയ്തു. അത് തുടക്കത്തിൽ തിരുത്തൽ പ്രക്രിയ എന്നതിന് പറയാൻ പറ്റില്ല. തുടക്കത്തിൽ അത് ചെയ്യണം. ചിലർ ചോദിക്കും ഇപ്പം എന്താ ചെയ്യാത്തതെന്ന്. ഇപ്പം ചെയ്യാറില്ല. തുടക്കം അത് ചെയ്തതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ ഒരു പരാതിയും റെസ്റ്റ് ഹൗസിനെ കുറിച്ച് 5 കൊല്ലം വന്നിട്ടില്ല. അത് ഓൺലൈൻ ബുക്കിങ്ങിലൂടെ പീപ്പിൾസ് റെസ്റ്റ് ഹൗസ് ആക്കി മാറ്റണമെങ്കിൽ ചില കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, അവിടെ മറ്റ് കേന്ദ്രങ്ങളായി മാറാതെ ഇതിന് പറ്റിയ ഒരു കേന്ദ്രമാക്കി മാറ്റണം. അപ്പം അത് ആ ഇടപെടൽ എല്ലാവരും ടീമായിട്ട് കേട്ടോ, ഒരു ടീമായി ഞങ്ങളുടെ ഒരു അവിടെ പോയുള്ള ഒരു ഇടപെടൽ ഗുണം ചെയ്തു. അഴിമതി ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന വകുപ്പാണ് പൊതുമരാമത്ത് വകുപ്പ്. പൊതുമരാമത്ത് മന്ത്രിമാർക്കെതിരെയൊക്കെ നിരവധി കേസുകൾ പണ്ട് നമ്മൾ കേട്ട് കേൾവിയുള്ളതാണ്. അതിൽ നിന്നും മാറി ഒരു അഴിമതി ആരോപണം പോലും ഇല്ലാത്ത രീതിയിലേക്ക്, ഉദ്യോഗസ്ഥർക്കെതിരെ പോലും വലിയ രീതിയിൽ ആരോപണങ്ങൾ ഇല്ലാത്ത രീതിയിലേക്ക് ഈ വകുപ്പിനെ മാറ്റാൻ അങ്ങേക്ക് സാധിച്ചിട്ടുണ്ട്. അല്ല, അതിൽ നമ്മളിപ്പോൾ സുതാര്യത ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ ഒരു റോഡ് നിർമ്മാണം, സർക്കാർ അനുവദിച്ച തുക കരാറുകാർ പൂർണ്ണമായും ചെലവഴിച്ചാൽ റോഡ് പെർഫെക്റ്റ് ആയിരിക്കും. പലപ്പോഴും പൂർണ്ണമായി ചെലവഴിക്കാൻ സാധ്യതയില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ചില പ്രശ്നങ്ങൾ ചില റോഡുകളിൽ വരുന്നത്. അപ്പോൾ പുതിയൊരു റോഡ് വന്നു കഴിഞ്ഞാൽ ഒരു നിശ്ചിത കാലാവധി ഡിഫക്റ്റ് ലയബിലിറ്റി പീരീഡാണ്, DLP, പരിപാലന കാലാവധി. ഈ പരിപാലന കാലാവധിയിൽ BMNBC റോഡാണ് ഒരു 3 കൊല്ലത്തേക്ക് എന്തെങ്കിലും ചെറിയ കുഴപ്പം വന്നാൽ അതിൻ്റെ ഡിഫക്റ്റിൻ്റെ ഉത്തരവാദി കരാറുകാരനാണ്. പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു ഡിപ്പോസിറ്റ് ചെയ്യണം, ഒരു തുക. ആ തുക തിരിച്ചു കിട്ടുക യഥാർത്ഥത്തിൽ ഈ പരിപാലന കാലാവധിയും കഴിഞ്ഞ് 45 ദിവസം കഴിഞ്ഞിട്ടില്ല. കാരണം എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതിൽ നിന്ന് എടുത്ത് വകുപ്പിന് അത് കൈകാര്യം ചെയ്യാം. എന്നാൽ ഇത് സ്ട്രിക്റ്റായി നമ്മൾ ഫോളോ ചെയ്യുന്നതിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കി. സുതാര്യത ഉറപ്പുവരുത്തുക, ജനങ്ങളെ അറിയിക്കുക. ജനങ്ങൾക്ക് ആർക്കും അറിയില്ല, ഞാനിത് മന്ത്രിയായിട്ട് അറിഞ്ഞത്. ജനങ്ങളിൽ ഈ സുതാര്യത ഉറപ്പുവരുത്താൻ ബോർഡ് വെക്കുക. ഈ ചില വിദേശ രാജ്യങ്ങളിൽ ഇതുണ്ട്. അപ്പൊ 2 അറ്റത്ത് പച്ച ബോർഡ് വന്നു, ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണ്. ഈ റോഡിന്റെ പരിപാലന കാലാവധി ഇന്ന ദിവസം വരെ, ഇന്ന വർഷത്തിൽ ഇന്ന ദിവസം വരെയാണ്. ഇതിന്റെ കരാറുകാരന്റെ പേര്, ഫോൺ നമ്പർ ഇന്നതാണ്. ഇതിന്റെ ഉദ്യോഗസ്ഥന്റെ ഫോൺ നമ്പർ ഇന്നതാണ്.
ടോൾ ഫ്രീ നമ്പർ ഇന്നതാണ്. ഈ റോഡിന് എന്തെങ്കിലും കുഴപ്പം വന്നാൽ നിങ്ങൾക്ക് വിളിക്കുക, അത് ജനങ്ങളുടെ അവകാശമാണ്. ഈ റോഡിൽ ഇങ്ങനെ കുഴപ്പം വരാൻ പാടില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് ബോർഡാണ് രണ്ടറ്റത്തും വെച്ച്. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറാണ് പുതുപ്പള്ളി മണ്ഡലത്തിൽ അത് ഉദ്ഘാടനം ചെയ്തത്. ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് അദ്ദേഹത്തിൻ്റെ വേങ്ങര മണ്ഡലത്തിൽ അത് ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിൻ്റെ എല്ലാ മന്ത്രിമാരും ഭരണകക്ഷി പ്രതിപക്ഷ MLA അതിനോട് സഹകരിച്ചു. അതിനുശേഷം നിങ്ങൾ എടുത്തോ, പുതിയൊരു റോഡ് PWD റോഡിന് കുഴപ്പം വന്നു എന്നുള്ളൊരു കംപ്ലൈൻറ്റ് വന്നില്ല. പരിപാലന കാലാവധി ഇപ്പോൾ നാളെ കഴിയും എന്ന് പറഞ്ഞാൽ അതിന് മുൻപേ ഒരു ദിവസം തന്നെ ഒരു പുതിയ കോൺട്രാക്ട് സംവിധാനം 1 കൊല്ലത്തേക്ക്, അതാണ് റണ്ണിങ് കോൺട്രാക്ട്. ഇന്ന് മുതൽ അടുത്തൊരു കൊല്ലത്തേക്ക് വരെ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ ടെൻഡർ എടുത്ത കരാറുകാരൻ, റണ്ണിങ് കോൺട്രാക്ട്. ഇങ്ങനെ 30,000 കിലോമീറ്റർ വരുന്ന റോഡിൽ ഒരു 23,000 കിലോമീറ്റർ DLP റോഡും റണ്ണിങ് കോൺട്രാക്ട് റോഡുമായി. ഈ റോഡുകൾ പെർഫെക്റ്റ് ആണ്. പിന്നെ ഞങ്ങൾ സമൂഹത്തോട് അഭ്യർത്ഥിച്ചു, മാധ്യമങ്ങളോട് ഉൾപ്പെടെ, ഈ 23,000 കിലോമീറ്റർ റോഡിൽ എന്തെങ്കിലും കുഴപ്പമുണ്ട് നിങ്ങൾ വാർത്തയാക്കണം, വിമർശിക്കണം. നിങ്ങൾ ഞങ്ങളെ അറ്റാക്ക് ചെയ്യണം, ആക്രമിച്ചോളൂ, വിമർശിച്ചോളൂ. അപ്പൊ അത് മന്ത്രി അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാം, ഗവൺമെന്റ്. അപ്പൊ തുറന്നത് പറഞ്ഞോടുകൂടി എവിടെയെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതും റിപ്പോർട്ട് ചെയ്യപ്പെടും. അപ്പൊ ഇത് വളരെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഈ റോഡിലൂടെ ഒരു കുഴപ്പമില്ലാതെ പോകേണ്ട ആവശ്യകത വന്നു. ഈ കിഫ്ബി എന്ന ആശയം രൂപപ്പെട്ടു, അത് ഇത്രയും വിജയിക്കുമെന്ന് യഥാർത്ഥത്തിൽ റിയാസ് പ്രതീക്ഷിച്ചിരുന്നു? അല്ലേ, കിഫ്ബിയെ ഞാൻ 2016-21 ഗവൺമെന്റിന്റെ കാലത്ത് യുവജന സംഘടനയുടെ പ്രവർത്തകനായി നിൽക്കുമ്പോൾ വളരെ ഒബ്സർവ് ചെയ്ത ഒരാളാണ്. കിഫ്ബി യഥാർത്ഥത്തിൽ കേരളത്തിൽ വലിയ മാറ്റമാണ് വരുത്തി. സത്യം, വലിയ മാറ്റമാണ്. അത് നമ്മൾ കാണാതിരുന്നൂടാ. അത് LDF ഗവൺമെന്റിന്റെ വലിയ ഒരു നീക്കമാണ്. ഞങ്ങൾ 5 കൊല്ലം കൊണ്ട് 100 പാലാണ് പ്ലാൻ ചെയ്ത് പ്രവൃത്തി പൂർത്തീകരിച്ച് സെഞ്ചുറി അടിക്കാൻ. 150 കടന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത അമ്പൂരി പാലം 11 ഉന്നതികളിലെ സാധാരണ മനുഷ്യന്മാർക്ക് ലോകത്തേക്ക് വരാൻ അമ്പൂരി പാലം സഹായിച്ചു. കേരളത്തിന് അതിർത്തിയായ പാറശാല മണ്ഡലത്തിലാണ് ആ അമ്പൂരി പാലം. തുടങ്ങി 150-ലധികം പാലം, 170-170 അടുത്ത് പാലം 100 ഞങ്ങൾ പ്ലാൻ ചെയ്തത്. നിർമ്മിച്ചതും ഡിസൈൻ ചെയ്തതും നിർമ്മിക്കാൻ പോകുന്നതും നിർമ്മാണം നടക്കുന്നതുമായ പാലങ്ങളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ വലിയ റെക്കോർഡാണ്. ഈ യഥാർത്ഥത്തിൽ ടൂറിസവും പൊതുമരാമത്തും ഒരേ മന്ത്രിയുടെ കയ്യിൽ വന്നുകൊണ്ട് ഈ 2 മന്ത്രിമാരുടെ ചർച്ച പെട്ടെന്ന് എളുപ്പത്തിൽ നടക്കും. ടൂറിസവും പൊതുമരാമത്തും മാത്രമല്ല, ടൂറിസവും പല വകുപ്പായിട്ടും ബന്ധങ്ങളുണ്ട്. അത് ശരിക്കൊരു കോമ്പിനേഷൻ ആക്കാൻ പറ്റുന്നതാണ്. എല്ലാ വകുപ്പിലും ടൂറിസം ഉണ്ട്. ഇപ്പൊ വ്യവസായ ടൂറിസം ഉണ്ട്. ടൂറിസത്തിൽ വ്യവസായമാക്കാൻ പരമ്പരാഗത വ്യവസായമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. സ്പോർട്സിൽ ടൂറിസം ഉണ്ട്, ഫിഷറീസിൽ ടൂറിസം ഉണ്ട്, പിലിഗ്രിം ടൂറിസം ഉണ്ട്. അപ്പൊ എല്ലാ വകുപ്പിലും ടൂറിസം ഉണ്ട്. ടൂറിസം എല്ലാത്തിലും ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ ശരിക്കും എല്ലാ വകുപ്പിന്റെയും കോമ്പിനേഷൻ വേണ്ട ഒരു മേഖലയാണ് ടൂറിസം. കിരീടം പാലം എങ്ങനെയാ? അത് സിനിമാ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ലാലേട്ടനോട് അത് ഞാൻ ബഹുമാനപ്പെട്ട മഹാനടൻ മോഹൻലാലുമായിട്ട് അന്ന് സംസാരിച്ചിരുന്നു. അപ്പോൾ അത് കിരീടം പാലം ആ സിനിമയിലെ പല ഘട്ടങ്ങളിലും കാണിക്കുന്നതാണ്. അപ്പം അതിനെ ഡെവലപ്പ് ചെയ്ത് ആളുകൾക്ക് വരാനും അതൊക്കെ കാണാനും പഴയ സിനിമയുടെ മ്യൂസിക്കും പോസ്റ്ററും പിന്നെ അവിടെ ഇരിക്കാനും ഒക്കെ ഉള്ളൊരു അപ്പൊ ഇങ്ങനത്തെ കുറെ ഡെസ്റ്റിനേഷൻ വരുന്നുണ്ട്. പിന്നെ ബഹുമാനപ്പെട്ട മണിരത്നമായിട്ട് ഡിസ്കസ് ചെയ്തു. നമ്മുടെ ബേക്കലിലെ മുംബൈ സിനിമയിലെ ഉയരെ പാട്ട്. അപ്പോ ബോംബെ അപ്പൊ അദ്ദേഹം വരാന്ന് പറഞ്ഞു. അങ്ങനെ 4 കൊല്ലത്തെ ഫോളോ അപ്പ് ആണ്. മനീഷ കൊയ്രാല മുതൽ എല്ലാവരും എത്തി. വലിയൊരു ഗെറ്റ് ടുഗദർ. അപ്പൊ ഇതുപോലുള്ള സ്ഥലങ്ങളുണ്ട്. ഒരുപാട് സിനിമാ താരങ്ങൾ വിളിച്ചിട്ട് ഇന്ന സ്ഥലം എടുത്തൂടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം അത് ഭാവിയിൽ നമുക്ക് അതൊക്കെ ലിസ്റ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടി പറ്റും അത് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ടൂറിസത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയൊരു കാര്യം, പല വകുപ്പുകൾക്കും കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടുന്നില്ല. പക്ഷേ ടൂറിസത്തിൻ്റെ വലിയ പദ്ധതികൾ നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൽ 2 കാര്യം എടുത്തു പറയേണ്ടത്, ഒന്ന് വടകരയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടൂറിസം കോറിഡോർ, കൊല്ലവുമായി ബന്ധപ്പെട്ടുള്ള ടൂറിസം കോറിഡോറും. ഇത് ഞാനായിരുന്നു ആ വാർത്ത ബ്രേക്ക് ചെയ്തത്, അതുകൊണ്ടാണ് എനിക്കത് അത്രയും ഓർമ്മ. ഇതെങ്ങനെയാണ് യാഥാർത്ഥ്യമാക്കിയത്? അല്ല, അത് നല്ലൊരു അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക്, ഈ കേരളത്തിൽ പ്രവർത്തിച്ച പോയ ഉദ്യോഗസ്ഥരെ അവിടെ ഞാൻ പ്രത്യേകിച്ച് ആരും പേര് പറയുന്നില്ല, അവരൊക്കെ എല്ലാവരും സഹകരിച്ചു. അവർ നല്ല പ്രപ്പോസൽ നിങ്ങൾ തയ്യാറാക്കി തുടർച്ചയായി ഫോളോ അപ്പ് ചെയ്താൽ പദ്ധതികൾ ഇഷ്ടം പോലെ വരാനും സാധ്യതയുണ്ട്. ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രിയായിട്ട് ചർച്ച ചെയ്തിരുന്നു. അദ്ദേഹത്തെ പോയി ഡൽഹിയിൽ നിന്നും സംസാരിക്കാൻ, പിന്നെ ഇവിടെ കേരളത്തിൽ 2 തവണ വന്നിരുന്നു.
അപ്പോൾ ആ നിലയിൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥരൊക്കെ വലിയ സഹായം ചെയ്തു തന്നിട്ടുണ്ട്. അപ്പൊ ടൂറിസം മാത്രമല്ല, ഇപ്പൊ ദേശീയപാത ശ്രീ നിതിൻ ഗഡ്കരി അദ്ദേഹമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനമാണ് അപ്പൊ അദ്ദേഹം എടുത്തിട്ടുണ്ട്. പക്ഷേ എല്ലാ കേന്ദ്രമന്ത്രിമാരും അങ്ങനെയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. പൊതുവെ എടുത്തു കഴിഞ്ഞാൽ കേരളത്തോട് കടുത്ത അവഗണനയാണ്. നമുക്ക് അർഹമായ ഫണ്ട് പലതും ലഭിച്ചിട്ടില്ല. പിന്നെ പുതിയ പദ്ധതികളെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം അതിൽ വലിയ നിലയിൽ ഇടപെടാറുണ്ട്. അത് പക്ഷേ ഒരു രാഷ്ട്രീയമായി വരുമ്പോൾ ഇതിനൊക്കെ തടസ്സമുണ്ട്. രാഷ്ട്രീയമായി വരുമ്പോൾ കേരളം പോലൊരു സ്റ്റേറ്റിലെ LDF ഗവൺമെന്റ് രാഷ്ട്രീയ നിലപാട് ശക്തമായി എടുക്കുമ്പോൾ ചിലത് ചവിട്ടിപ്പിടിക്കാനുള്ള തീരുമാനം എടുക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണല്ലോ നമുക്ക് ഇതൊക്കെ ചെറിയ ചെറിയ സംഭവം ന്യായമായി വരേണ്ട വലിയ തുക പിടിച്ചു വെക്കല്ലേ. ഈ ബേപ്പൂർ സുൽത്താൻ്റെ നാടിൽ വലിയ രീതിയിലുള്ള മാറ്റം അങ്ങേക്ക് ഉണ്ടാക്കി. ഒരുപക്ഷെ ആ നാടറിഞ്ഞുള്ള സാഹിത്യ, സാംസ്കാരിക, ടൂറിസം, ഈവൻ ഏറ്റവും ഒടുവിൽ പള്ളിയുടെ പുനരുദ്ധാരണം വരെ ഉള്ള വലിയ രീതിയിലുള്ള മാറ്റം അങ്ങേക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അല്ല, അത് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ ജനങ്ങളോട്. 5 വർഷം എന്ന് പറഞ്ഞാൽ വലിയ ഭൂരിപക്ഷത്തിനാണ് തിരഞ്ഞെടുത്തത്. ആരും അത്ര ഭൂരിപക്ഷം പ്രതീക്ഷിച്ചില്ല. സർവകാല റെക്കോർഡ് ഭൂരിപക്ഷം. ആ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കൊപ്പം നിൽക്കണം എന്നുള്ളതാണ്. അവിടെ മന്ത്രിയാണോ അല്ലെങ്കിൽ വേറെന്താണോ എന്നുള്ളതല്ല. ബേപ്പൂരിൽ ഒരു മരണ വീട്ടിൽ ഒരാഴ്ചക്കുള്ളിൽ MLA മന്ത്രി റിയാസ് അവിടെ എത്തുന്നുണ്ട്. അത് ഒരു പ്രമുഖരുടെ മരണമോ പ്രധാനികളുടെ മരണമോ അല്ല, സാധാരണ മനുഷ്യരുടെ മരണ വീട്ടിൽ എത്തുന്നുണ്ട് എന്നുള്ളത് പലപ്പോഴും അവിടെയുള്ള ആൾക്കാർ പറഞ്ഞിട്ടറിയാം. ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? അത് വളരെ എഫേർട്ട് എടുത്തിട്ട്, കാരണം പണ്ടൊരു ബ്രാഞ്ച് സെക്രട്ടറി ആയി കോട്ടുകളിൽ നിന്നും തുടങ്ങി പ്രവർത്തിച്ച ആ പ്രവർത്തന പരിചയത്തിനുള്ളതാണോ, അതോ ഒരു മന്ത്രി MLA ഇങ്ങനെ ആയിരിക്കണമെന്ന നിഷ്കർഷയിലാണ്? അല്ല, അത് അവിടുത്തെ ജനങ്ങളുടെ പ്രത്യേകതയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഗ്രൗണ്ട് ലെവലിൽ പ്രവർത്തിക്കുന്നവർ മുതൽ ജനങ്ങളാകെ ഒരു വിഷയം വന്നാൽ നേരിട്ട് അറിയിക്കുന്നുണ്ട്. മരണം ഉണ്ടെങ്കിൽ അറിയിക്കും, അല്ലെങ്കിൽ കല്യാണം ഉണ്ടെങ്കിൽ അറിയിക്കും. പരമാവധി നമ്മൾ ഓടിയെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഇപ്പം തിരുവനന്തപുരത്താണ് മാത്രമല്ല, ഇപ്പം പാരീസിലാണെങ്കിലും ഒരു 10 പേരെങ്കിലും ഒരു ദിവസം വിളിക്കാത്ത ദിവസം വളരെ അപൂർവമാണ് മണ്ഡലത്തിൽ. അത് പരമാവധി, അതായത് അങ്ങനെ വിളിച്ചൊരു ശീലം. മറ്റൊന്ന്, ഒരിക്കലും പരിധി വിട്ട് സംസാരിക്കാറില്ല. ഇപ്പോൾ താങ്കൾ പണ്ട് ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴാണെങ്കിലും ഒക്കെ ഒരു മാന്യത പാലിച്ചുകൊണ്ടുള്ള ഇടപെടലാണ്. അത് മനഃപൂർവ്വം നടത്തുന്ന ഒരു ശ്രമമാണോ? ഞാൻ പ്രവർത്തിക്കുന്നത് എൻ്റെ പ്രസ്ഥാനത്തിലേക്ക് കൂടുതൽ ആളുകൾ വരാനാണല്ലോ, ആളുകളെ എണ്ണം കുറക്കാനല്ലല്ലോ. അപ്പോൾ അത് മനസ്സിലുണ്ട്. അത് മനസ്സിൽ വെച്ചിട്ടാണ് എപ്പോഴും. ചിലപ്പോൾ നമുക്ക് കുറച്ച് പറയേണ്ടി വന്നിട്ടുണ്ട്, പറയാറുണ്ട്. പക്ഷെ പരമാവധി ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു കൊല്ലമൊക്കെ എൻ്റെ അടുത്ത് നോക്കിയാൽ ഒന്നുമില്ല. ഞാനിങ്ങനെ ശ്രദ്ധിച്ചു. എന്നാലും ഇങ്ങനെ കടന്നാക്രമണം വരുമ്പോൾ മനസ്സൊന്ന് പ്രതികരിച്ചു പോകില്ലേ? കാരണം പ്രത്യേകിച്ചും ഒരു വിവാഹം കഴിച്ചു എന്നതിൻ്റെ പേരിൽ മരുമകൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പദപ്രയോഗം ഉണ്ടാക്കുകയാണ്. സാധാരണ മലബാറിലുള്ള പ്രയോഗമാണ് മരുമകൻ എന്നുള്ളത്. ഇതൊക്കെ വിഷമം തോന്നാറുണ്ടോ എനിക്ക്? അല്ല, ഇത് നല്ല പൊതുവെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തത്വം പറയാൻ എളുപ്പമാണ്. അത് സ്വന്തം ജീവിക്കുന്ന മനുഷ്യൻ്റെ ഇറച്ചിയിൽ കുത്തുമുണ്ടാവുന്ന വേദന ചിലപ്പോൾ ഉണ്ടാവാം. അത് സഹിച്ച് നമ്മൾ നിലപാട് സമചിത്തയോട് കൈകാര്യം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പറയാൻ വളരെ എളുപ്പമാണ്. വ്യക്തിപരമായ അറ്റാക്ക് വരുന്നത് സമചിത്തയോടുകൂടി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളതാണ് അതിൽ പ്രധാനം. ഈ ബേപ്പൂരിലെ ജനങ്ങൾ, ഞാൻ ഒരു ഉദാഹരണവും പറഞ്ഞുതരാം. ഈ ചിലരോട് ഞാൻ തമാശക്ക് പറയാനുണ്ട്, ഇങ്ങനെ വ്യക്തിപരമായ അറ്റാക്ക് വന്നാൽ പ്രയാസപ്പെടണ്ട, കുറച്ച് കഴിഞ്ഞാൽ 5-6 വന്നു കഴിഞ്ഞാൽ ശരിയായിക്കോളൂ എന്ന് പറയാറുണ്ട്. അങ്ങനെ അനുഭവം വന്നിട്ടാണ്. ബേപ്പൂരിലെ ജനങ്ങൾ അങ്ങേക്കൊപ്പം ഉണ്ട്. അതിനെന്താ കാരണം? അത് കൂടെ തന്നെ ഉണ്ട്. അത് കൂടെ തന്നെ ഉണ്ട് പറഞ്ഞാൽ അവിടെ ആര് വന്ന് എന്ത് പറഞ്ഞു, അവർ ഞാൻ എന്നുള്ളൊരു വേർതിരിവില്ല. നമ്മളാണ്. അവിടുത്തെ ടൂറിസം പദ്ധതികളുടെ പോലും പേര് നമ്മളാണ്. ആ നമ്മളിൽ എല്ലാവരും ഉണ്ട്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഉണ്ട്. 2021 തെരഞ്ഞെടുപ്പിൽ ഏറെക്കുറെ 50% വോട്ട് കിട്ടിയ 49 എത്രയാണ് വോട്ട്. ആ വോട്ട് ചെയ്യാത്തൊരു 50% വരുന്ന ജനങ്ങളുണ്ട്. അതിലെയും ഭൂരിപക്ഷം ആളുകളുണ്ട്. അത് നമ്മളാണ്. അതൊരു തുടർച്ചയായിരിക്കും. അല്ല, അത് തെരഞ്ഞെടുപ്പിൽ ആര് മത്സരിക്കും? ഇടതുമുന്നണിക്ക് അവിടെ കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടിനേക്കാൾ വോട്ട് കൂടും. കഴിഞ്ഞ തവണ 82,000 വോട്ടാണ് കിട്ടിയത്. ഉറപ്പാണ് 82,000+ അവിടെ കിട്ടും. അവിടെ ഈ ആക്രമണങ്ങളൊന്നും എവിടെ ചെയ്യില്ല. അവിടെ ആക്രമണം വരുന്നതിനനുസരിച്ച് ആളുകൾ അത് പ്രതിരോധം ശക്തിപ്പെടും.
അതിപ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരാളോ നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ഒരാളും ഉണ്ടാവും. നിങ്ങൾക്കെതിരെ ഒരു അതിക്രമം വന്നാൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർ വേദനിക്കുക, അവർ അതിനെ പ്രതിരോധിക്കും. നിങ്ങളെ ഇഷ്ടപ്പെടാത്തവർ അതിൽ സന്തോഷിക്കും. അപ്പോൾ ഇഷ്ടപ്പെടുന്നവരാണ് മഹാഭൂരിപക്ഷവും, അത് മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്നവരും. ഈ അവസാനമായി കേരളത്തിലൊരു ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന കണക്കുകൂട്ടലിലാണ് ഇടതുമുന്നണി. രണ്ടാമത്തെ കാര്യം, മുഖ്യമന്ത്രി തന്നെ 110 സീറ്റ് സാധ്യത പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞിപ്പോൾ കുറച്ച് ദിവസമായി. അതിനുശേഷം മുന്നണിയുടെ യാത്രകൾ കഴിഞ്ഞു. എങ്ങനെയാണ് അങ്ങയുടെ വിലയിരുത്തൽ? ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തോടാണ് ഈ ചോദ്യം. എന്തായാലും ഒരു 110 സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. പല പൊളിറ്റിക്കൽ സ്ഥിതി, ഒന്ന് ഗവൺമെൻറ്റിൻ്റെ വികസനം, ക്ഷേമ പ്രവർത്തനം, നമ്മൾ മുമ്പ് കുറേ ചർച്ച ചെയ്തതാണ്. അതെ, അത് പൊതുവെ ജനം ഒരു സുരക്ഷിതരാണ്. കേരളത്തിൽ എവിടെ ഒരു വർഗീയ കലാപമില്ല, പിന്നെ ഒരു പൊതുവെ ഹാപ്പിയാണ്. സർക്കാർ സ്കൂൾ മുതൽ എല്ലാ സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. സ്റ്റേറ്റ് ഭരണം LDFനെ ഏൽപ്പിക്കണം, അങ്ങനെ ചിന്തിക്കുന്നവരാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നിങ്ങൾ എടുത്താൽ ഇപ്പം മാത്രമല്ല, 2005 മുതൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ LDFന് അതിനേക്കാൾ വോട്ട് കൂടുന്നുണ്ട്. ഇത്തവണയും കൂടും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേറൊരു ആംഗിളിലാണ് വോട്ട് ചെയ്യുക. അതിപ്പോൾ 2019 കനത്ത തിരിച്ചടി കേരളത്തിലെ ഇടതുപക്ഷത്തിന് ലഭിച്ചു. പക്ഷേ 21 നേരെ മാറി. ഓരോ തെരഞ്ഞെടുപ്പ് ഓരോ ആംഗിളാണ്. സ്റ്റേറ്റ് ഇലക്ഷൻ വരുമ്പോൾ ഇവിടെ ഇടതുപക്ഷം നിലനിൽക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ പൊളിറ്റിക്കൽ റീസൺ കൂടി അഡീഷണലായി വന്നു. അത് ഇന്ത്യയിൽ ഇന്ന് അവശേഷിക്കുന്ന ഏക ഇടതുപക്ഷ സർക്കാർ കേരളത്തിലാണ്. അതുകൂടി ഇല്ലാതായാൽ ഇന്ത്യയുടെ ഭരണഘടന, മതനിരപേക്ഷത, ഇതിനൊക്കെ ഒരു പ്രയാസം ഏൽക്കും. അത് കൂടുതൽ വർഗീയ ധ്രുവീകരണത്തിലേക്ക് കേരളം പോകുന്ന സെക്യുലർ മനസ്സുള്ള, ഏത് മതത്തിൽ വിശ്വസിക്കുന്ന മതനിരപേക്ഷ മനസ്സുള്ള മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും കരുതുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വോട്ടാണ്. പിന്നെ ഞാൻ വേറെ കണ്ടൊരു പ്രത്യേകത, 98 MLA-മാരുണ്ട് LDF. ഇവരൊക്കെ നല്ല പെർഫോം ചെയ്ത ജനപ്രതിനിധികളാണ്. നന്നായി പെർഫോം ചെയ്യുന്ന ഒരു MLA-ക്ക് ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇൻഡിവിജ്വലായി വോട്ട് പിടിക്കാൻ പറ്റും. അപ്പം ഞാൻ ഇൻഡിവിജ്വലായിട്ട് ബേപ്പൂർ മണ്ഡലത്തിൽ 5 കൊല്ലം എനിക്ക് MLA ആയതിനു ശേഷം ഉണ്ടായ വേറെ ബന്ധങ്ങളുണ്ട്, പുതിയ ബന്ധങ്ങൾ. ആ ബന്ധങ്ങളിൽ വലിയൊരു ശതമാനവും ഞാൻ 2021 മത്സരിച്ചപ്പോൾ വോട്ട് ചെയ്യാത്തവരാണ്. ആ ബന്ധത്തിൽ വലിയൊരു ശതമാനവും ഞാൻ 2021 മത്സരിച്ചപ്പോൾ എനിക്കെതിരെ പ്രവർത്തിച്ച കുടുംബങ്ങളാണ്. ആ ബന്ധം എന്ന് പറയുന്നത് വലിയൊരു ബന്ധമാണ്. ഇതും കൂടി ലെഫ്റ്റിന് അനുകൂലമായിട്ട് വരികയാണ്. ഇപ്പൊ നോക്ക്, നിങ്ങൾ 2021 ഇടതുപക്ഷം ജയിച്ചപ്പോഴും ചില കോൺഗ്രസ് MLA-മാര് സീറ്റ് നിലനിർത്തിയില്ലേ? അതെങ്ങനെയാ? അപ്പുറം ഇപ്പുറം ആ ട്രെൻഡ് അടിച്ചിട്ടും ആ മണ്ഡലത്തിൽ ആ ട്രെൻഡ് അത്ര വരാൻ എന്താ? ഈ ഒരു സംഗതിയാണ്. അല്ല, അപ്പൊ ഈ കനകോലുവിന്റെ ഒക്കെ ഈ രാഷ്ട്രീയ തന്ത്ര ഇടപെടലുകൾ അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ കേരളത്തിൽ ഫലം ചെയ്യില്ല. കേരളം വേറെ തന്നെയാണല്ലോ. കനകോലു മറ്റു പല സ്ഥലത്തും പോയി ബി ജെ പി ജയിപ്പിക്കാനൊക്കെ ഇടപെട്ടതുപോലെ കേരളത്തിൽ ഇടപെടുക. കേരളം അല്ലാതെ വേറെ എവിടെയാണ് ഇത്രയധികം ഒരു മതനിരപേക്ഷ മനസ്സുള്ളത്? അപ്പൊ കേരളം ഒരു വേറിട്ടൊരു തുരുത്ത, ഒരു സെപ്പറേറ്റ് തുരുത്താണല്ലോ. അവിടെ മറ്റുള്ളിടത്ത് പോലെ ഒരു രീതി കേരളത്തിൽ വൈകാരികം അത് എളുപ്പമല്ല. അപ്പം ഏറെ തിരക്കിനിടയിലും വളരെ സന്തോഷത്തോടെ പങ്കുവച്ചതിൽ നന്ദി. താങ്ക് യു.